വ്യത്യസ്തമായ ഒരു ഡിഷുമായിട്ടാണ് വാഴച്ചുണ്ട് തോരൻ. വാഴച്ചുണ്ടെന്നും പറയും, വാഴയുടെ കൊടപ്പെന്നും പറയും. ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ: വാഴച്ചുണ്ട് നന്നായി കൊത്തിയരിഞ്ഞ് വെച്ചതാണിത്, മുളക്, ഉള്ളി, മഞ്ഞൾപ്പൊടി, തേങ്ങ, കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കടുക് വറുക്കാൻ വേണ്ടിയുള്ള കടുക്, വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മളിത് കൊത്തിയരിഞ്ഞ് വെച്ചതിന് ചെറിയൊരു കറച്ചോ പോലെ ഉണ്ടാവും, അതില്ലാതിരിക്കാൻ വേണ്ടി അതിനെ നമ്മൾ മഞ്ഞളും വെളിച്ചെണ്ണയും ഉപ്പും കൂടി കൂട്ടി ഒന്ന് തിരുമ്മി വയ്ക്കും. അത് നമുക്ക് തിരുമ്മിയിട്ട് വരാം. അതിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഒരു നുള്ളു ഉപ്പ്. നമുക്കിത് തിരുമ്മിയെടുക്കാം. ഇനി നമുക്ക് ഈ തോരനിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായി ഞാൻ എടുക്കുന്നത് തേങ്ങയും മുളകും മഞ്ഞൾപ്പൊടിയും ഒരു 2 കറിവേപ്പിലയും കൂടി നമുക്ക് ഉള്ളിയും കൂടി ഇട്ടിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അത് ചൂടായതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായി വരട്ടെ. ചൂടായതിന് ശേഷം നമുക്കതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായി പൊട്ടിക്കഴിഞ്ഞു. നമുക്കതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് കറ കളയാൻ വെച്ച് കഴിഞ്ഞാൽ വാഴച്ചുണ്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പെന്ന് പറയുന്നത് തേങ്ങ, മുളക്, ഉള്ളി, 2 കറിവേപ്പില ഇത്രയും ചേർത്ത് ഒതുക്കിയതാണ്. മിക്സിയുടെ ചാറിനകത്ത് വെച്ച് ഒന്ന് ഒതുക്കിയെടുത്തതാണ്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് നേരത്തെ ഇട്ട് തിരുമ്മിയതായതുകൊണ്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നമുക്കൊന്ന് ആവി കയറാൻ വേണ്ടി ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. ആവി കയറിയിട്ടുണ്ടെങ്കിൽ നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ച് ആവി തന്നെ വേവിച്ചെടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ആവിയൊക്കെ വന്നിട്ടുണ്ട്, ഏകദേശം ആവാറായി കാണും. നമുക്കൊന്ന് ഇളക്കി നോക്കി ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നമുക്ക് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്, ഉപ്പും എരിവും എല്ലാം പാകമാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും. നല്ല ഹെൽത്തി ആയ ഒരു ഫുഡാണ്, നാരൊക്കെ അടങ്ങിയതാണ് ധാരാളം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാ നമ്മുടെ രുചികരമായ വാഴച്ചുണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നല്ല ഹെൽത്തി ആയ ഒരു തോരൻ കറിയാണ്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. എല്ലാവരും മറക്കാതെ കാണുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം മറ്റൊരു ഡിഷുമായി നമുക്ക് പിന്നെയും കാണാം. ബൈ ബൈ.